രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച് വനിതാ കമ്മീഷൻ. ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്നും പി സതീദേവി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടുമെന്നും പി സതീദേവി വ്യക്തമാക്കി. ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ആരോപണം തെളിയുന്ന പക്ഷം അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമല്ല. പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു അപമാനം ഈ പരാതിപ്പെടുന്നവർക്ക് സംഭവിക്കുന്നു എന്നുള്ള ധാരണയാണ് മാറ്റേണ്ടുന്നത്. ആർജവത്തോടുകൂടി പരാതിപ്പെടാൻ അപമാനം നേരിട്ടിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, നമുക്കറിയാവുന്നതുപോലെ CPI വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് CPIM സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ ഇടതുപക്ഷ സഹയാത്രികരൊക്കെ രഞ്ജിത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ വനിതാ കമ്മീഷന്റെ നിലപാടും ആ തരത്തിലേക്ക് തന്നെയാണ്. എന്താണ് കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കുന്നത്? അനുജ, ഒരു വശത്ത് സാംസ്കാരിക മന്ത്രി അടക്കം സർക്കാരും ചലച്ചിത്ര അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്ന, അതായത് ഈ ആരോപണം നേരിടുന്ന രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിനെതിരായ വിമർശനങ്ങൾ, രാജി ആവശ്യമൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഇക്കാര്യത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കമ്മീഷന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിനോട് ഈ വെളിപ്പെടുത്തലിന്മേൽ, ഈ ആരോപണത്തിന്മേൽ, അതായത് നടിയുടെ വെളിപ്പെടുത്തലിന്മേൽ റിപ്പോർട്ട് തേടും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കേസെടുക്കുക, അന്വേഷിക്കുക എന്നത് പരാതിയുടെ ആവശ്യം തന്നെയുമില്ല. ആരോപണം ഉയർന്നാൽ തന്നെ അന്വേഷണത്തിലേക്ക് പോകാം. എത്ര ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അക്കാര്യത്തിൽ നടപടിയിലേക്ക് തന്നെ പോകണം. ആരോപണത്തിന്റെ നിജസ്ഥിതി തെളിയുന്ന പക്ഷമടക്കം പദവിയിൽ നിന്ന് നീക്കേണ്ടതാണ്. പദവിയിൽ അങ്ങനെ വ്യക്തമായ ആരോപണം ഉന്നയിച്ചാൽ പദവിയിൽ തുടരാനുള്ള അർഹത യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇക്കാര്യത്തിൽ പറയുന്നതിന്റെ നിജസ്ഥിതി പരിശോധിച്ചതിന് ശേഷം നടപടിയിലേക്ക് പോകണം എന്നതാണ്. ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം. ഒപ്പം പരാതിപ്പെടുന്നവർക്ക് നിയമപരമായ പിന്തുണ ഉറപ്പാക്കണം. പരാതികൾ നൽകാനുള്ളവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് അവർക്ക് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഇല്ല എന്ന തോന്നൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നടപടിയിലേക്ക് അടക്കം പോകണമെന്നതാണ്. കൂടുതൽ ആളുകൾ, അതായത് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. അങ്ങനെ ധാർമ്മികമായി അദ്ദേഹത്തിന് ഇത്തരം ഒരു ഗൗരവമുള്ള ആരോപണം വന്ന പശ്ചാത്തലത്തിൽ തുടരാൻ അർഹതയുണ്ടോ എന്നതാണ് ചോദ്യം. മറ്റൊന്ന്, കമ്മീഷൻ എന്നത് ഒരു ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. കൃത്യമായ നിലപാട് വനിതാ കമ്മീഷൻ കൂടി വ്യക്തമാക്കുന്നു. ഇനി ഈ വിഷയത്തിന്മേൽ തുടർന്ന് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കൂടി കാണണം. ഏതായാലും ഈ വിഷയത്തിന്മേൽ അന്വേഷണം നടക്കണം എന്ന നിലപാട് വനിതാ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു എന്നതാണ്. ഒപ്പം നടി ഉൾപ്പെടെ വനിതാ കമ്മീഷനെ സമീപിക്കുകയാണെങ്കിൽ ഉചിതമായ പിന്തുണ, എല്ലാ നിലയ്ക്കുമുള്ള പിന്തുണ നൽകും എന്നുകൂടി വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ, രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച ഒരു പ്രതികരണം അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന്. ഈ ആരോപണത്തിൽ അന്വേഷണം വേണം, മാറി നിൽക്കണം ആരോപണ വിധേയൻ എന്നൊരു ആവശ്യമാണ് വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്.